All of you, welcome to Plus One Zoology Online Improvement Class. ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയിൽ COVID-19 സൃഷ്ടിച്ച പ്രതിസന്ധിക്ക് ഒരു പരിഹാരമായിട്ടാണ് ഞാൻ ഈ ഓൺലൈൻ ക്ലാസ് തയ്യാറാക്കുന്നതും അത് SS ജനറൽ എഡ്യൂക്കേഷൻ എന്ന ഈ ചാനലിലൂടെ പോസ്റ്റ് ചെയ്യുന്നതും. എല്ലാവരും +1, +2 ബയോളജി സയൻസ് വിദ്യാർത്ഥികൾക്കായി ഈ വീഡിയോ ഷെയർ ചെയ്യുക. പറ്റുമെങ്കിൽ SS ജനറൽ എഡ്യൂക്കേഷൻ എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ ഓൺലൈൻ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് +1 ടെക്സ്റ്റ് ബുക്കിലെ 4ാമത്തെ ചാപ്റ്റർ, അതായത് ബയോമോളിക്യൂൾസ് എന്ന ചാപ്റ്ററിലെ ആദ്യ ഭാഗത്തു നിന്നുള്ള പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളും അവയുടെ ആൻസേഴ്സുമാണ്. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യ ചോദ്യം ഇതാണ്: ഡിഫൈൻ biochemistry and explain its significance. It is the study of biochemical reactions takes place in the body of organisms. ഓർഗാനിസത്തിൻ്റെ ബോഡിയിൽ നടക്കുന്ന ജൈവരാസപ്രവർത്തനങ്ങളെ പറ്റി പഠിക്കുന്ന ബ്രാഞ്ച് ഓഫ് സയൻസിനെ വിളിക്കുന്ന പേരാണ് ബയോകെമിസ്ട്രി. സിഗ്നിഫിക്കൻസ് ഇൻ ദ ഫീൽഡ്, അതൊക്കെ ഏതൊക്കെ ഫീൽഡിലാണ് ബയോകെമിസ്ട്രിയുടെ സിഗ്നിഫിക്കൻസ് വരുന്നത് എന്ന് നോക്കാം. ക്ലിനിക്കൽ ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ ഫീൽഡ്, ഹെർബൽ ആൻഡ് കോസ്മെറ്റിക് മെഡിസിൻ, റബ്ബർ ആൻഡ് പോളിമർ ഇൻഡസ്ട്രി, ഫുഡ് ഇൻഡസ്ട്രി ആൻഡ് ഫുഡ് പ്രിസർവേഷൻ, അഗ്രികൾച്ചർ ആൻഡ് പെസ്റ്റ് കൺട്രോൾ, പൊല്യൂഷൻ കൺട്രോൾ ആൻഡ് വേസ്റ്റ് ഡിസ്പോസൽ. ഹൗ ടു അനലൈസ് കെമിക്കൽ കോമ്പോസിഷൻ ഇൻ എ ടിഷ്യൂ. ഒരു ടിഷ്യൂവിലെ, അതൊരു പ്ലാന്റ് ബോഡി ആയാലും അനിമൽസിൻ്റെ ബോഡി പാർട്സ് ആയാലും അതിൻ്റെ കെമിക്കൽ കോമ്പോസിഷൻ എങ്ങനെ മനസ്സിലാക്കാം എന്നതാണ് രണ്ടാമത്തെ ചോദ്യം. ഗ്രൈൻഡ് ദ ടിഷ്യൂ ഇൻ ട്രൈക്ലോറോ അസറ്റിക് ആസിഡ് ബൈ യൂസിങ് എ മോർട്ടാർ ആൻഡ് പെസ്റ്റിൽ ടു ഗെറ്റ് എ തിക്ക് സ്ലറി. അതായത് നമുക്ക് ലഭിച്ചിരിക്കുന്ന ടിഷ്യൂ മോർട്ടാർ ആൻഡ് പെസ്റ്റിൽ എന്ന് പറയുന്ന ഒരു ഉപകരണത്തിൻ്റെ സഹായത്തോടെ ട്രൈക്ലോറോ അസറ്റിക് ആസിഡിൽ അരച്ച് സ്ലറി അഥവാ കുഴമ്പ് രൂപത്തിലാക്കി എടുക്കുക. ഫിൽറ്റർ ദ സ്ലറി ത്രൂ എ ഫിൽറ്റർ പേപ്പർ. ഒരു ഫിൽറ്റർ പേപ്പറിൽ കൂടി ഈ സ്ലറി അരിച്ചെടുക്കുക. വി ഗെറ്റ് ആസിഡ് സോലുബിൾ ഫ്രാക്ഷൻ ഇൻ ബീക്കർ ആൻഡ് ആസിഡ് ഇൻസോലുബിൾ ഫ്രാക്ഷൻ ഇൻ ഫിൽറ്റർ പേപ്പർ. അതായത് അരിച്ചെടുക്കുമ്പോൾ ആസിഡ് സോലുബിൾ ഫ്രാക്ഷൻ ഫിൽറ്ററിലൂടെ കടന്ന് ബീക്കറിൽ ലഭിക്കും. ആസിഡ് ഇൻസോലുബിൾ ഫ്രാക്ഷൻ അത് ഫിൽറ്റർ പേപ്പറിൽ തന്നെ തങ്ങി നിൽക്കും. ആസിഡ് സോലുബിൾ ഫ്രാക്ഷൻ ക്യാൻ ബി അനലൈസ്ഡ് ബൈ ക്രൊമറ്റോഗ്രാഫി ആൻഡ് സ്പെക്ട്രോസ്കോപ്പി. സ്പെക്ട്രോസ്കോപ്പി എന്ന ടെക്നിക്കിലൂടെയും അതുപോലെ ക്രൊമറ്റോഗ്രാഫി എന്ന് പറയുന്ന ടെക്നിക്കിലൂടെയും ആസിഡ് സോലുബിൾ ഫ്രാക്ഷനിൽ കാണപ്പെടുന്ന ബയോമോളിക്യൂൾസിനെ കണ്ടുപിടിക്കാൻ കഴിയും. എന്നാൽ ആസിഡ് ഇൻസോലുബിൾ ഫ്രാക്ഷനിലുള്ള ബയോമോളിക്യൂളെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ഇതിനെ ആദ്യം ആഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം, ചാരമാക്കി മാറ്റി അതിനുശേഷം ക്രൊമറ്റോഗ്രാഫിയിലൂടെയോ സ്പെക്ട്രോസ്കോപ്പിയിലൂടെയോ നമുക്ക് പരിശോധിക്കാവുന്നതാണ്. ഡിസ്റ്റിങ്ക്വിഷ് ബിറ്റ്വീൻ ബയോമാക്രോമോളിക്യൂൾസ് ആൻഡ് ബയോമൈക്രോമോളിക്യൂൾസ്. ബയോമാക്രോമോളിക്യൂൾസും മൈക്രോമോളിക്യൂൾസും തമ്മിലുള്ള യഥാർത്ഥ ഡിഫറൻസ് എന്തൊക്കെയാണെന്ന് പരിശോധിച്ചു നോക്കാം. ആദ്യം ബയോമാക്രോമോളിക്യൂൾസ്, രണ്ടാമത് ബയോമൈക്രോമോളിക്യൂൾസ്. മോളിക്കുലാർ വെയ്റ്റ് ഹയർ ദാൻ 1000 ഡാൾട്ടൺ. എന്നാൽ മൈക്രോമോളിക്യൂളിൽ മോളിക്കുലാർ വെയ്റ്റ് ലെസ് ദാൻ 1000 ഡാൾട്ടൺ. ഫൗണ്ട് ഇൻ ആസിഡ് സോലുബിൾ ഫ്രാക്ഷൻ. മാക്രോമോളിക്യൂള് ആസിഡ് സോലുബിൾ ഫ്രാക്ഷനിലായിരിക്കും കാണുക. എന്നാൽ ബയോമൈക്രോമോളിക്യൂള് ആസിഡ് ഇൻസോലുബിൾ ഫ്രാക്ഷനിലായിരിക്കും കാണപ്പെടുക. എക്സാമ്പിൾസ്, മാക്രോമോളിക്യൂൾസിന് എക്സാമ്പിള് പ്രോട്ടീൻ, പോളിസാക്കറൈഡ്സ് ആൻഡ് ന്യൂക്ലിക് ആസിഡ്സ്. എന്നാൽ ബയോമൈക്രോമോളിക്യൂൾസിന് എക്സാമ്പിള് അമിനോ ആസിഡ്സ്, ലിപ്പിഡ്സ് ആൻഡ് നൈട്രജൻ ബേസസ്. Describe about amino acids. Amino acids are building blocks of protein.
പ്രോട്ടീൻസ് നിർമ്മിച്ചിരിക്കുന്ന അടിസ്ഥാന ഘടകമാണ് അമിനോ ആസിഡ്സ്. അമിനോ ആസിഡ്സ് ആർ ഓർഗാനിക് കോമ്പൗണ്ട്സ് ഹാവിംഗ് ബോത്ത് അമിനോ ഗ്രൂപ്പ് ആൻഡ് കാർബോക്സിലിക് ഗ്രൂപ്പ്. കാർബോക്സിലിക് ഗ്രൂപ്പും അമിനോ ഗ്രൂപ്പും കാണപ്പെടുന്ന ഓർഗാനിക് കോമ്പൗണ്ട്സിനെ വിളിക്കുന്ന പേരാണ് അമിനോ ആസിഡ്സ്. ഇതുവരെ 20 ഡിഫറെന്റ് ടൈപ്പിലുള്ള അമിനോ ആസിഡിനെയാണ് കണ്ടെത്തിയിട്ടുള്ളത്. അമിനോ ആസിഡ്സ് ഹാസ് അമിനോ ഗ്രൂപ്പ്, കാർബോക്സിലിക് ഗ്രൂപ്പ്, ഹൈഡ്രജൻ ആൻഡ് എ വേരിയബിൾ ഗ്രൂപ്പ് ആർ. ഇതാണ് ഒരു അമിനോ ആസിഡിന്റെ ഘടകങ്ങൾ. അമിനോ ഗ്രൂപ്പ് ഉണ്ട്, കാർബോക്സിലിക് ഗ്രൂപ്പ് ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, വേരിയബിൾ ഗ്രൂപ്പ് ആർ ഉണ്ട്. ഇനി അതിന്റെ ജനറൽ ഫോർമുലയാണ് ഇത്. ഏതാണ്? NH2 COOH H ആൻഡ് R ഗ്രൂപ്പും അതിലുണ്ട്. ഇതാണ് അതിന്റെ ജനറൽ ഫോർമുല. ഹൗ ഡസ് അമിനോ ആസിഡ്സ് ആർ ക്ലാസിഫൈഡ്? ബേസ്ഡ് ഓൺ നമ്പർ ഓഫ് അസിഡിക് ആൻഡ് ബേസിക് ഗ്രൂപ്പ്, അമിനോ ആസിഡ്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 3 കാറ്റഗറീസ്. എന്തൊക്കെയാണെന്ന് പരിശോധിച്ച് നോക്കാം. അസിഡിക് അമിനോ ആസിഡ്സ്, മോർ കാർബോക്സിലിക് ഗ്രൂപ്പ് ദാൻ അമിനോ ഗ്രൂപ്പ്. അതായത് അവിടെ കാർബോക്സിലിക് ഗ്രൂപ്പുകളുടെ എണ്ണം കൂടുതലായിരിക്കും, അമിനോ ഗ്രൂപ്പുകളുടെ എണ്ണം കുറവ്. എക്സാമ്പിൾ ഗ്ലൂട്ടാമിക് ആസിഡ്. ആൽക്കലൈൻ അമിനോ ആസിഡ്സ്, അവിടെ തിരിച്ചായിരിക്കും, അമിനോ ഗ്രൂപ്പിന്റെ എണ്ണം കൂടുതൽ, കാർബോക്സിലിക് ഗ്രൂപ്പിന്റെ എണ്ണം കുറവ്. എക്സാമ്പിൾ ലൈസീൻ. അടുത്തത് ന്യൂട്രൽ അമിനോ ആസിഡ്സ്, അവിടെ ഈക്വൽ നമ്പർ ഓഫ് കാർബോക്സിലിക് ഗ്രൂപ്പും അമിനോ ഗ്രൂപ്പും കാണപ്പെടും. എക്സാമ്പിൾ വാലിൻ. ഇനി നാലാമത് മറ്റൊരു വിഭാഗം അമിനോ ആസിഡ് ആണ്. അതിനെ വിളിക്കുന്ന പേര് അരോമാറ്റിക് അമിനോ ആസിഡ്സ്. എക്സാമ്പിൾ തൈറോസിൻ, ഫിനൈൽ അലാനിൻ, ട്രിപ്റ്റോഫാൻ. ഇനി ബോഡിയുടെ റിക്വയർമെന്റ് അടിസ്ഥാനമാക്കി അമിനോ ആസിഡുകളെ 2 വിഭാഗങ്ങളായിട്ട് തരംതിരിക്കാം. എസൻഷ്യൽ അമിനോ ആസിഡ്സ്, നോൺ എസൻഷ്യൽ അമിനോ ആസിഡ്സ്. ആദ്യം എസൻഷ്യൽ, രണ്ടാമത്തത് നോൺ എസൻഷ്യൽ. എസൻഷ്യൽ അമിനോ ആസിഡ് എന്ന് പറഞ്ഞാൽ എസൻഷ്യൽ ടു ബോഡിക്ക് അത്യാവശ്യമായി വേണ്ടതാണ്. എന്നാൽ നോൺ എസൻഷ്യൽ അമിനോ ആസിഡ് അത്ര എസൻഷ്യൽ അല്ല, നോട്ട് എസൻഷ്യൽ ടു ബോഡി. എസൻഷ്യൽ അമിനോ ആസിഡ്സ് കനോട്ട് ബി സിന്തസൈസ്ഡ് ഇൻ ബോഡി. ബോഡിക്കകത്ത് വെച്ച് നിർമ്മിക്കുവാൻ കഴിയുകയില്ല. എന്നാൽ നോൺ എസൻഷ്യൽ അമിനോ ആസിഡ് ബോഡിക്കകത്ത് വെച്ച് നിർമ്മിക്കുവാൻ കഴിയും. ഇനി എസൻഷ്യൽ അമിനോ ആസിഡ് ആഹാരത്തിൽ കൂടി കിട്ടിയേ മതിയാകൂ. പക്ഷേ നോൺ എസൻഷ്യൽ അമിനോ ആസിഡ് അങ്ങനെ വേണമെന്നില്ല, ബോഡിക്ക് അകത്ത് വെച്ച് തന്നെ അതിനെ നിർമ്മിക്കാൻ പറ്റും. നോട്ട് മസ്റ്റ് പ്രൊവൈഡഡ് ത്രൂ ഫുഡ്. എക്സാമ്പിൾസ് നോക്കാം. എസൻഷ്യൽ അമിനോ ആസിഡിന് എക്സാമ്പിള് ട്രിപ്റ്റോഫാൻ, വാലിൻ, ലൂസിൻ, ഐസോലൂസിൻ, ലൈസീൻ, ത്രയോണിൻ, ഹിസ്റ്റിഡിൻ, ഫിനൈൽ അലാനിൻ, മെഥിയോണിൻ. ഇവയാണ് എസൻഷ്യൽ അമിനോ ആസിഡ്സ്. എന്നാൽ നോൺ എസൻഷ്യൽ അമിനോ ആസിഡ്സിന് എക്സാമ്പിൾ ഇതാണ്. പ്രോളിൻ, ഗ്ലൂട്ടാമിക് ആസിഡ്, ടൈറോസിൻ, ഗ്ലൈസീൻ, അലാനിൻ, സിറൈൻ, അർജിൻ. വാട്ട് ഈസ് സിറ്റർ അയോൺ? What happens to sitar ion in acidic and alkaline medium? When amino acids come contact with water, an H+ ion transfer from COOH group to NH2 group and become an isoelectric ionic state called sitar ion. അതായത് അമിനോ ആസിഡ് വെള്ളവുമായി കോണ്ടാക്റ്റ് വരുമ്പം അതിലെ COOH ഗ്രൂപ്പിലെ ഒരു H+ അയോൺ ട്രാൻസ്ഫർ ചെയ്ത് NH2 ഗ്രൂപ്പിലേക്ക് പോകുകയും അപ്പോൾ അതൊരു ഐസോ അയോണിക് സ്റ്റേറ്റിലേക്ക് മാറുകയും ചെയ്യും. ഒരു സൈഡ് നെഗറ്റീവ്ലി ചാർജ്ഡ്, മറു സൈഡ് പോസിറ്റീവ്ലി ചാർജ്ഡ്. പക്ഷേ നെറ്റ് ചാർജ് ഈക്വലുമായിരിക്കും. ഇതാണ് സിറ്റർ അയോൺ ഫോർമേഷന്റെ ഫോർമുല. ആദ്യം കാണിച്ചിട്ടുള്ളത് ഒരു അമിനോ ആസിഡ്, പിന്നീട് അത് സിറ്റർ അയോൺ ആയിട്ട് മാറിയിരിക്കുന്ന കാണാം. അപ്പോഴുള്ള ചേഞ്ചസ് മനസ്സിലാക്കുക. COO മൈനസ് ആയി മാറി, പകരം NH3+ ആയി മാറി. ഇനി അസിഡിക് മീഡിയത്തിലേക്ക് ഒരു
സിറ്റർ അയോണിനെ നിക്ഷേപിച്ചാൽ വാട്ട് ഹാപ്പൻസ് എന്ന് പരിശോധിക്കുക. ഒരു അസിഡിക് മീഡിയം എപ്പോഴും അതിലെ H+ അയോൺസ് കൂടുതലായിരിക്കും. ആ H+ അയോൺസ് COO- കൂടെ ചേർന്ന് അത് കാറ്റയോൺ ആയിട്ട് മാറും. അതാണ് ഇവിടുത്തെ ഇക്വേഷനിൽ കാണിച്ചിരിക്കുന്നത്. അതായത് ഒരു അസിഡിക് മീഡിയത്തിലേക്ക് സിറ്റർ അയോണിനെ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ അവിടെയുള്ള H+ഉമായിട്ട് കൂടിച്ചേർന്ന് അതൊരു കാറ്റയോൺ ആയിട്ട് മാറും. അതായത് ഒരു പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള അയോണായിട്ട് സിറ്റർ അയോൺ മാറും. ഇതാണ് ആസിഡിക് മീഡിയത്തിൽ നടക്കുന്ന മാറ്റം. എന്നാൽ ആൽക്കലൈൻ മീഡിയത്തിലാണെങ്കിൽ OH- അയോണുകൾ ഉള്ളത് കൊണ്ട് അതുമായി സിറ്റർ അയോൺ പ്രവർത്തിച്ച് ഒരു ആനയോൺ ആയി മാറും. അതായത് ഒരു നെഗറ്റീവ്ലി ചാർജ്ഡ് അയോൺ ആയിട്ട് മാറും. കൂടാതെ ഒരു മോളിക്യൂള് ജലവും ഫോം ചെയ്യും. ഡ്രോ ദ സ്ട്രക്ചർ ഓഫ് ഗ്ലൈസീൻ, അലാനിൻ, സിറൈൻ. ഈ സ്ട്രക്ചർ തന്നിട്ട് പരീക്ഷയ്ക്ക് ഐഡന്റിഫൈ ചെയ്യുവാൻ ചോദിക്കും. ഗ്ലൈസീൻ്റെ സ്ട്രക്ചർ, അലാനിൻ്റെ സ്ട്രക്ചറും സിറൈൻ്റെ സ്ട്രക്ചറും ഇവിടെ നമുക്ക് വ്യക്തമായിട്ട് കാണാം. അത് നിരവധി തവണ വരച്ച് പഠിക്കുക. ഹൗ ലിപ്പിഡ്സ് ആർ ക്ലാസിഫൈഡ്. ലിപ്പിഡ്സിനെ പ്രധാനമായിട്ട് 3 വിഭാഗങ്ങളായിട്ട് ക്ലാസിഫൈ ചെയ്യാം. സിമ്പിൾ ലിപ്പിഡ്സ്, കോമ്പൗണ്ട് ലിപ്പിഡ്സ്, ഡിറൈവ്ഡ് ലിപ്പിഡ്സ്. സിമ്പിൾ ലിപ്പിഡ്സിൽ ഫാറ്റി ആസിഡ്സും ഗ്ലിസറോളും മാത്രമേ കാണപ്പെടുകയുള്ളൂ. എക്സാമ്പിള് മോണോഗ്ലിസറൈഡ്, ഡൈഗ്ലിസറൈഡ്, ട്രൈഗ്ലിസറൈഡ്. ഇവിടെ ഒരു ട്രൈഗ്ലിസറൈഡിന്റെ സ്ട്രക്ചർ കാണിച്ചിട്ടുണ്ട്, വരച്ച് പഠിക്കുക. സംശയമുള്ളവർ എന്നെ കോണ്ടാക്ട് ചെയ്യുക. അത് എളുപ്പത്തിൽ എങ്ങനെ ഘടന എഴുതി പഠിക്കാമെന്ന് ഞാൻ വിശദമായി പറഞ്ഞു തരുന്നതായിരിക്കും. രണ്ടാമത്തത് കോമ്പൗണ്ട് ലിപ്പിഡ്സ്, മെയ്ഡപ്പ് ഓഫ് ഫാറ്റി ആസിഡ്സ്, ഗ്ലിസറോൾ ആൻഡ് അഡീഷണൽ ഗ്രൂപ്പ്. ഒരു അഡീഷണൽ ഗ്രൂപ്പും കൂടി കലർന്നതാണ് കോമ്പൗണ്ട് ലിപ്പിഡ്സ്. എക്സാമ്പിൾ ഫോസ്ഫോലിപ്പിഡ്സ്. നമ്മൾ ചെടികളുടെ അതിൻ്റെ പ്ലാസ്മ മെംബ്രെയിനിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു കോമ്പൗണ്ടാണ് ഫോസ്ഫോലിപ്പിഡ്സ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ലെസിത്തിനാണ്. ലെസിത്തിൻ്റെ ഘടനയാണ് ഇവിടെ ഉള്ളത്. കാഴ്ചയിൽ കോംപ്ലിക്കേറ്റഡ് സ്ട്രക്ചറാണ്, വരച്ച് പഠിക്കാൻ പ്രയാസമാണ്. എന്നാലും ട്രൈ ചെയ്യുക. ഇതിന് എളുപ്പ വഴിയുണ്ട്. അത് ആർക്കെങ്കിലും ഇത് വരച്ചെടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ പേഴ്സണലി എന്നെ കോണ്ടാക്ട് ചെയ്യുക. അത് എളുപ്പ വഴിയിൽ എങ്ങനെ വരച്ചെടുക്കാമെന്ന് ഞാൻ പറഞ്ഞു തരുന്നത് ആയിരിക്കും. അടുത്തത് ഡിറൈവ്ഡ് ലിപ്പിഡ്സ്. ഇറ്റ് ഈസ് ഫോംഡ് ബൈ ദ ഹൈഡ്രോലൈസിസ് ഓഫ് സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ലിപ്പിഡ്സ്. എക്സാമ്പിൾ കൊളസ്ട്രോൾ ആണ്. അതിൻ്റെ ഘടന സിമ്പിൾ ആണ്, ഇവിടെ കാണിച്ചിട്ടുണ്ട്, വരച്ച് പഠിക്കുക. വാട്ട് ആർ ഫാറ്റി ആസിഡ്സ്? ഹൗ ഡസ് ഫാറ്റി ആസിഡ്സ് ആർ ക്ലാസിഫൈസ്? ഫാറ്റി ആസിഡ്സ് എന്ന് പറഞ്ഞാൽ ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ്. അതിന് ലോങ് ഹൈഡ്രോ കാർബൺ ചെയിൻ ഉണ്ട്. അതിന് അവസാനിക്കുന്നത് കാർബോക്സിലിക് ഗ്രൂപ്പിൽ ആയിരിക്കും. എക്സാമ്പിൾ പാൽമറ്റിക് ആസിഡ്, അതിന് 16 കാർബണാറ്റമാണുള്ളത്. ഇനി രണ്ടാമത്തെ എക്സാമ്പിൾ അരക്കിഡോണിക് ആസിഡ്, അതിന് 20 കാർബണാറ്റം ഉണ്ട്. ഇനി ബേസ്ഡ് ഓൺ ദ ഹൈഡ്രജൻ സാച്ചുറേഷൻ, ഫാറ്റി ആസിഡ്സ് ആർ ഓഫ് 2 ടൈപ്സ്, സാച്ചുറേറ്റഡ് ആൻഡ് അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ്. സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സിൽ കാർബണിൻ്റെ എല്ലാ വാലൻസികളും ഹൈഡ്രജൻ ആറ്റം കൊണ്ട് സാച്ചുറേറ്റഡ് ആയിരിക്കും. എന്നാൽ അങ്ങനെ ആയിരിക്കില്ല അൺസാച്ചുറേറ്റഡിൽ. അവിടെ ഡബിൾ ബോണ്ട് കാണാം, ട്രിപ്പിൾ ബോണ്ടും ഒക്കെ കാണാം. എന്നാൽ ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും ഒന്നും സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സിൽ കാണാൻ കഴിയുകയില്ല. ഇനി സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് നോട്ട് ഗുഡ് ഫോർ ഹെൽത്ത്. അത് കഴിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതല്ല, കൊളസ്ട്രോൾ സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാകും. പക്ഷേ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് ഗുഡ് ഫോർ ഹെൽത്ത് ആണ്. എക്സാമ്പിൾ പരിശോധിച്ച് നോക്കാം. സാച്ചുറേറ്റഡിന് പാൽമറ്റിക് ആസിഡ്, സ്റ്റിയറിക് ആസിഡ്. എന്നാൽ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സിന് എക്സാമ്പിള് അരക്കിഡോണിക് ആസിഡും ഒലീക് ആസിഡും ആണ്. ഹൗ ലിപ്പിഡ്സ് ആർ ക്ലാസിഫൈഡ് ബേസ്ഡ് ഓൺ മെൽറ്റിംഗ് പോയിന്റ്. മെൽറ്റിംഗ് പോയിന്റിനെ അടിസ്ഥാനമാക്കി ലിപ്പിഡ്സിനെ 2 വിഭാഗങ്ങളായിട്ട് ക്ലാസിഫൈ ചെയ്യാം, ഫാറ്റും ഓയിലും.
ഫാറ്റിന് ഹയർ മെൽറ്റിംഗ് പോയിന്റ് ആണ്, എന്നാൽ ഓയിലിന് ലോവർ മെൽറ്റിംഗ് പോയിന്റ് ആണ്. അടുത്ത ചോദ്യം, റൈറ്റ് അബൌട്ട് സിമ്പിൾ ഷുഗേഴ്സ്. സിമ്പിൾ ഷുഗർ എന്ന് പറഞ്ഞാൽ ഷുഗറിൽ ഒരു മോണോമർ മാത്രമേ ഉണ്ടെങ്കിൽ അതിന്, അല്ലെങ്കിൽ സിംഗിൾ യൂണിറ്റ് മാത്രമേ ഉണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് സിമ്പിൾ ഷുഗേഴ്സ്. ഫ്രക്ടോസ് is called fruit sugar. Galactose is called malt sugar. Other examples, ഗ്ലൂക്കോസ് ഉണ്ട്, റൈബോസ് നമ്മളെ ന്യൂക്ലിക് ആസിഡിലെ ഷുഗർ, അത് എല്ലാം ഏതാണ്? സിമ്പിൾ ഷുഗേഴ്സിന് എക്സാമ്പിൾ ആണ്. ഗ്ലൂക്കോസിന്റെ ഘടന ഇവിടെ കാണാം, അതുപോലെ റൈബോസിന്റെ ഘടന ഇവിടെ കാണാം. അതിലെ രണ്ടാമത്തെ കാർബൺ ആറ്റത്തിൽ നിന്നും ഒരു ഓക്സിജൻ നഷ്ടപ്പെടുമ്പോഴാണ് ഡിയോക്സി റൈബോസായി മാറുന്നത്. വലതുവശത്തെ OHൽ നിന്നും OH ആണ് ഒന്നാമത്തെ കാർബൺ ആറ്റം, എന്നാൽ അതിന് താഴത്തെ OH ആണ് രണ്ടാമത്തെ കാർബൺ ആറ്റം. അവിടെ നിന്നൊരു ഓക്സിജൻ നഷ്ടപ്പെടുന്നതാണ് ഡിയോക്സി റൈബോസ്. ഡിസ്ക്രൈബ് അബൌട്ട് നൈട്രജൻ ബേസസ്. നൈട്രജൻ ബേസുകളെ യഥാർത്ഥത്തിൽ അവ സൈക്ലിക്കൽ കോമ്പൗണ്ട്സ് ആണ്. അത് കാണപ്പെടുന്നത് ന്യൂക്ലിക് ആസിഡിലാണ്. രണ്ട് തരത്തിലുള്ള നൈട്രജൻ ബേസുകളാണുള്ളത്, പ്യൂരിൻസും പിരമിഡിൻസും. പ്യൂരിൻസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അഡിനിനും ഗുവാനിനുമാണ്, എന്നാൽ പിരമിഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സൈറ്റോസിനും തൈമിനും യുറാസിലുമാണ്. അതിൽ തൈമിൻ DNA-യിലും യുറാസിൽ RNA-യിലും മാത്രമേ കാണപ്പെടുകയുള്ളൂ. ഘടന നമുക്കിവിടെ കാണാം. എക്സാമ്പിൾ ആയിട്ട് അഡിനിന്റെ ഘടനയും യുറാസിലിന്റെ ഘടനയും കാണിച്ചിട്ടുണ്ട്. ഈ പിരമിഡിൻസ് സിംഗിൾ റിംഗഡ് സ്ട്രക്ചറും എന്നാൽ പ്യൂരിൻസ് ഡബിൾ റിംഗഡ് സ്ട്രക്ചേഴ്സും ആയിരിക്കും. ഡിസ്ക്രൈബ് അബൌട്ട് ന്യൂക്ലിയോസൈഡ്സ്. ഒരു ന്യൂക്ലിയോസൈഡ് എന്ന് പറഞ്ഞാൽ നൈട്രജൻ ബേസിന്റെ കൂടെ ഒരു റൈബോസ് ഷുഗറോ അല്ലെങ്കിൽ ഒരു ഡിയോക്സി റൈബോസ് ഷുഗറോ കൂടി ചേരുമ്പോഴാണ് അത് ന്യൂക്ലിയോസൈഡ് ആയിട്ട് മാറുന്നത്. ഒന്നുകൂടി പറയാം, ന്യൂക്ലിയോസൈഡ് എന്ന് പറഞ്ഞാൽ നൈട്രജൻ ബേസിന്റെ കൂടെ ഷുഗർ ചേരുമ്പോൾ ആ ഷുഗർ റൈബോസ് ഷുഗർ ആകാം, അല്ലെങ്കിൽ ഡിയോക്സി റൈബോസ് ഷുഗറും ആകാം. അങ്ങനെ അവിടെയുള്ള ബോണ്ടിങ്ങിന് വിളിക്കുന്ന പേരാണ് ഗ്ലൈക്കോസിഡിക് ബോണ്ട് അല്ലെങ്കിൽ ഗ്ലൈക്കോസിഡിക് ലിങ്കേജ്. ഇനി അഡിനിന്റെ കൂടെ ഷുഗർ ചേരുമ്പോൾ അഡിനോസിൻ, ഗുവാനിന്റെ കൂടെ ഷുഗർ ചേരുമ്പോൾ ഗുവാനോസിൻ, സൈറ്റോസിന്റെ കൂടെ ഷുഗർ ചേരുമ്പോൾ സൈറ്റിഡിൻ, തൈമിന്റെ കൂടെ ഷുഗർ ചേരുമ്പോൾ തൈമിഡിൻ. യഥാർത്ഥത്തിൽ തൈമിഡിൻ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് അല്ല ഉണ്ടാകുന്നത്, ഡിയോക്സി തൈമിഡിനാണ്. യുറാസിലിന്റെ കൂടെ ഷുഗർ ചേരുമ്പോൾ യൂറിഡിൻ. ഘടന ഒരു സിമ്പിൾ എക്സാമ്പിൾ ആയിട്ട് അഡിനോസിന്റെ ഘടന ഇവിടെ കാണാം. അവിടെ റിങ് ഷുഗർ മോളിക്കൂളാണ്, അതുമായി അറ്റാച്ച് ഒന്നാമത്തെ കാർബൺ ആറ്റത്തിൽ അഡിനിൻ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് കാണിച്ചിട്ടുണ്ട്. ഇത് ഒരു അഡിനോസിന്റെ ഘടനയാണ്. എന്നാൽ യൂറിഡിനിൽ കാണാം ഷുഗറിന്റെ ഒരു റിങ് കാണാം. ഒന്നാമത്തെ കാർബൺ ആറ്റത്തിൽ യുറാസിലാണ് ബോണ്ട് ചെയ്തിട്ടുള്ളത്. ആ ബോണ്ട് ഏതാണെന്ന് വെച്ചാൽ ഗ്ലൈക്കോസിഡിക് ബോണ്ടാണ്. ഇനി അടുത്ത ചോദ്യം, ഡിസ്ക്രൈബ് അബൌട്ട് ന്യൂക്ലിയോടൈഡ്സ്. ഡിസ്ക്രൈബ് അബൌട്ട് ന്യൂക്ലിയോടൈഡ്സ്. ന്യൂക്ലിയോടൈഡ് എന്നാണ്, സൈഡ് എന്നാണ് എഴുതിയിട്ടുള്ളത്, അത് കറക്റ്റ് ചെയ്ത് ഉച്ചരിക്കണം. ന്യൂക്ലിയോടൈഡ് എന്ന് പറഞ്ഞാൽ നൈട്രജൻ ബേസും ഷുഗറും ഫോസ്ഫേറ്റ് ഗ്രൂപ്പും കൂടി ചേരുമ്പോഴാണ് ന്യൂക്ലിയോടൈഡായി മാറുന്നത്. അല്ല, മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ന്യൂക്ലിയോസൈഡിന്റെ കൂടെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ചേരുമ്പോഴാണ് ന്യൂക്ലിയോടൈഡ് ഉണ്ടാകുന്നത്. അഡിനിന്റെ കൂടെ ഷുഗർ ചേരുമ്പോൾ അഡിനോസിൻ, അതിൻ്റെ കൂടെ ഫോസ്ഫേറ്റ് ചേരുമ്പോൾ അഡിനൈലിക് ആസിഡ്. ഗ്വാനിന്റെ കൂടെ ഷുഗർ ചേരുമ്പോൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ഗ്വാനോസിൻ, ഫോസ്ഫേറ്റ് കൂടി ചേരുമ്പോൾ ഗ്വാനൈലിക് ആസിഡ്. സൈറ്റോസിന്റെ കൂടെ ഷുഗർ ചേരുമ്പോൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് സൈറ്റിഡിൻ, അതിൻ്റെ കൂടെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ചേരുമ്പോൾ സൈറ്റിഡിലിക് ആസിഡ്. തൈമിന്റെ കൂടെ ഷുഗർ ചേരുമ്പോൾ തൈമിഡിൻ, അതിൻ്റെ കൂടെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ചേരുമ്പോൾ തൈമിഡിലിക് ആസിഡ്. യുറാസിലിന്റെ കൂടെ ഷുഗർ ചേരുമ്പോൾ യൂറിഡിൻ, അതിൻ്റെ കൂടെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ചേരുമ്പോൾ യൂറിഡിലിക് ആസിഡ്. ഇവിടെ അഡിനൈലിക് ആസിഡിന്റെ ഒരു
ഫിഗർ കാണിച്ചിട്ടുണ്ട്. റിങ് ആയിട്ട് കാണുന്നത് ഷുഗർ ആണ്. ഇടതുവശത്ത് ഫോസ്ഫേറ്റ് ഗ്രൂപ്പിനെ കാണാം. വലതുവശത്ത് ഒന്നാമത്തെ കാർബൺ ആറ്റവുമായിട്ട് അഡിനിനെ ഗ്ലൈക്കോസിഡിക് ബോണ്ട് വെച്ച് ബന്ധിപ്പിച്ചിട്ടുണ്ട്. ഇനി ഫോസ്ഫേറ്റ് ഗ്രൂപ്പുമായിട്ട് ബോണ്ട് ചെയ്യുന്ന ഭാഗം, ആ ബോണ്ടിനെ വിളിക്കുന്ന പേര് ഫോസ്ഫോ എസ്റ്റർ ബോണ്ട് എന്നാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇത്രയും ഭാഗത്തു നിന്നുള്ള ഒരു 14 ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുവാനും ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുവാനും മറക്കണ്ട. എല്ലാവരും SS ജനറൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഈ ഓൺലൈൻ ക്ലാസ് സെഗ്മെൻറ്റിലെ ഏതെങ്കിലും ഭാഗങ്ങൾ സംശയമുണ്ടെങ്കിൽ പേഴ്സണലി എന്നെ കോൺടാക്ട് ചെയ്യുക. അതിനുള്ള മറുപടി, അതിനുള്ള വിശദീകരണം ഞാൻ നൽകുന്നതായിരിക്കും. താങ്ക് യു.